മുനമ്പം സമരം ഇന്ന് 100 ദിവസം പിന്നിട്ട് 101-ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശ്രീ ജോർജ് സെബാസ്റ്റ്യൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഈ 100 ദിവസം പിന്നിടുന്ന അവസരത്തിൽ ഇവിടെ ഒന്നുകൂടി പറഞ്ഞ ഞങ്ങൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 2 മാസം മുമ്പ് ഇവിടെ വന്നിരുന്നു. PJ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഞങ്ങൾ കുറേയേറെ പേർ ഇവിടെ വരികയും അന്ന് സംസാരിക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും എല്ലാം ചെയ്തതാണ്. അന്ന് വിചാരിച്ചിരുന്നത് ഈ പ്രശ്നം പാർലമെൻറ്റിൽ കഴിഞ്ഞ സമ്മേളന കാലത്ത് ഗവൺമെൻറ് ഇത് സംബന്ധിച്ചുള്ള ഭേദഗതി നിയമം കൊണ്ടുവരും. അപ്പോൾ ആ നിയമം വന്നു കഴിയുമ്പോൾ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് കൃത്യമായി നമ്മുടെ നിലപാട് പറഞ്ഞു ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്നാണ് അന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇത് ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് ഈ നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിച്ച അന്ന് തന്നെ ഇതൊരു സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിടുകയുണ്ടായി. ആ കമ്മിറ്റിയുടെ ചെയർമാനുമായി ഞാൻ ഇടയ്ക്ക് സംസാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും വേറൊരു കമ്മിറ്റിയിൽ ഒരുമിച്ചുണ്ട്. ജഗദംബിക പാൽ എന്ന് പറയും. അദ്ദേഹത്തോട് ഞാൻ ഒരിക്കൽ ഈ വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് സംബന്ധിച്ചുള്ള ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അഭിപ്രായങ്ങൾ പറയാനുള്ള എല്ലാവരെയും ക്ഷണിച്ച് ഞങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കഴിഞ്ഞ സെഷനിൽ ഇത് അവതരിപ്പിക്കും, ബില്ലായി വരും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പിന്നീട് അതൊന്ന് മാറ്റി വച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബജറ്റ് സമ്മേളനം തുടങ്ങിയാണ്. ഈ മാസം അവസാനം 31-ാം തീയതി പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങും. അത് ഏപ്രിൽ മാസം വരെ ഉണ്ട് ആ സമ്മേളനം. ഇടക്കാലത്ത് ഒരു ഇടവേളയുണ്ട്. അത് കഴിഞ്ഞാൽ അത് ഏപ്രിൽ ആദ്യ വാരത്തോടു കൂടിയാണ് സമ്മേളനം അവസാനിക്കുന്നത്. ബജറ്റ് സമ്മേളനത്തിൽ ഈ നിയമം വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ഗവൺമെൻറ് ബിസിനസ് എന്നൊക്കെയാണ് എന്നുള്ളത് അറിയിച്ചിട്ടില്ല. ഒരു പക്ഷേ വരാം, അതല്ലെങ്കിൽ അടുത്ത സമ്മേളനത്തിലേക്ക് ഈ ബില്ലിൻ്റെ ചർച്ചകൾ നീങ്ങാം. ഇത് വളരെ വ്യക്തമാണ്. ഇതിനകത്തൊരു എന്താ പറയുക, അവ്യക്തതയുടെയും കാര്യമില്ല. അടിസ്ഥാനപരമായി മുനമ്പത്തെ ഈ പറയുന്ന സ്ഥലം ഇത് വഖഫ് സ്ഥലമല്ല. 100% സത്യസന്ധമായി പറഞ്ഞാൽ ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല. അത് മുസ്ലിം സഹോദരന്മാർ തന്നെ പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട്. ചിലരല്ല ആണെന്ന് പറയുന്നു. പക്ഷെ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകൾ എല്ലാവരും പറയുന്നു ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല. ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയുന്നത്, ഞങ്ങളെക്കാൾ കൂടുതൽ നന്നായിട്ട് അറിയുന്നവരാണ്. നിങ്ങൾ എത്രയോ കാലങ്ങളായി ഇവിടെ ജീവിക്കുന്നു. ഇതിൻ്റെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്കറിയാൻ ഞാനത് ആവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലം എങ്ങനെയാണ് ഇപ്പോൾ വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു അവകാശവാദമാണ്. അത് നിലവിലുള്ള നിയമത്തിലെ ഒരു പ്രശ്നമാണ്. 95-ലെ ഈ വഖഫ് നിയമത്തിൽ കൊണ്ടുവന്ന ഉള്ള വകുപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. അതിൽ 40-ാം വകുപ്പ് പ്രകാരം വഖഫ് ബോർഡ് ഏതെങ്കിലും ഒരു സ്ഥലം ഇത് വഖഫിൻ്റെതാണെന്ന് പറഞ്ഞാൽ അത് വഖഫായി മാറുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. വളരെ ലളിതവൽക്കരിച്ച് ഞാൻ പറയും. പിന്നെ അതിനുള്ള ഏക ഒരു പോംവഴി അതിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നെ വഖഫ് ട്രൈബ്യൂണലിൽ പോകാമെന്നുള്ളതാണ്. ആ ട്രൈബ്യൂണലും പറയുകയാണ് ഇത് വഖഫാണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പോകാനൊരു ഇടമില്ലായി, നിലവിൽ ഇടമില്ല എന്നുള്ളതാണ് വസ്തുത. അതാണ് ഇപ്പോൾ ഈ പുതിയ ഭേദഗതി നിയമത്തിൽ മാറ്റം വരുന്നത്. ഈ 40-ാം വകുപ്പ് തന്നെ പുതിയ നിയമത്തിലില്ല. ആ വകുപ്പ് തന്നെ എടുത്തു പോകണം. അങ്ങനൊരു വകുപ്പില്ല. ഇനി വേറെ എന്തെങ്കിലും കാരണവശാൽ തർക്കം വന്നാൽ ഈ ട്രൈബ്യൂണൽ കൊണ്ട് ഇത് അവസാനിക്കില്ല. നമുക്ക് കോടതിയിൽ പോകാനുള്ള അവകാശം. ഈ വിഷയത്തിൽ നിങ്ങൾ കോടതിയിൽ പോയിരുന്നു, സിംഗിൾ ബെഞ്ച് അനുകൂലമായിട്ടുള്ള വിധി തന്നു. അപ്പോൾ വഖഫ് ബോർഡ് ഡിവിഷൻ ബെഞ്ചിൽ പോയി ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുക. ഇതിനകത്ത് പറ്റിയതെന്ന് വെച്ചാൽ 2019 ഗവൺമെൻറ് ഈ സ്ഥലം വഖഫിൻ്റെ ആസ്തി പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നു. പക്ഷെ എന്താണെങ്കിലും ഈ കാര്യത്തിൽ 2 കാര്യങ്ങളാണ് വ്യക്തത വേണ്ടത്. ഒന്നിങ്ങനെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു പ്രഖ്യാപനത്തിലൂടെ ഏതെങ്കിലും ഒരു സ്ഥലം ഏറ്റെടുക്കാനോ ഒരു സ്വാഭാവിക നീതിയുടെ പ്രശ്നമാണ്, പാടില്ല എന്നുള്ളതാണ് എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും നിലപാട്. ആരെന്ത് പറഞ്ഞാലും ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അങ്ങനെ ഒരു ഏകപക്ഷീയമായി ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനൊരു ബോർഡിന് ഇതുപോലൊരു അധികാരം നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോലും ഇങ്ങനെ അധികാരമില്ല. സൗദി അറേബ്യയിൽ പോലും ഇങ്ങനെ അധികാരമില്ല. ഒരു സമ്മതിക്കില്ല, ഇല്ല, വഖഫില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള ചാരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സമിതികൾക്ക് ഇങ്ങനെ ഒരു അധികാരം, ഇംഗ്ലീഷിൽ പറയും ഡ്രാക്കോണിയൻ ലോ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നിർദ്ദയമായ നിയമത്തിനാണ് അങ്ങനെ വിശേഷണം പറയുന്നത്. ഇതങ്ങനെയുള്ള നിർദ്ദയമായ ഒരു വകുപ്പാണ് ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഞങ്ങൾ ഏകപക്ഷീയമായി ഇത് ഏറ്റെടുത്തു അല്ലെങ്കിൽ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇതാർക്കും ചോദ്യം ചെയ്യാൻ വയ്യ എന്നുള്ളൊരു നിയമം ഇന്ത്യ പോലെ 75 വർഷമായി ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അങ്ങനെയുള്ള നിയമം പാടില്ല.
അത് മാറ്റണമെന്ന് തന്നെയാണ് നമ്മുടെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. അതിനകത്ത് ഒരു മാറ്റവും വരില്ല. പാർലമെന്റിൽ കൃത്യമായി ഈ കാര്യം പറഞ്ഞിരിക്കും, ഒരു മാറ്റവും അതിനകത്തുണ്ടാവില്ല. മറ്റൊന്ന് അപ്പീൽ പ്രൊവിഷൻ. നമുക്കിവിടെ നമ്മുടെ കോടതി സംവിധാനങ്ങൾ അറിയാം. നമുക്ക് സുപ്രീം കോടതി വരെ ഏത് കാര്യത്തിലും നമുക്ക് അപ്പീൽ പോകാനുള്ള അവകാശം നമുക്കുണ്ട്. ഇത് ട്രൈബ്യൂണൽ കൊണ്ട് ഇതിൻ്റെ ഈ പറയുന്ന അപ്പീൽ പോകാനുള്ള അവകാശം തീർന്നു എന്ന് പറയുന്ന ഏർപ്പാടുകൾ നമുക്ക് യോജിക്കാൻ കഴിയില്ല. കോടതിയുണ്ട്, ട്രൈബ്യൂണൽ തീരുമാനിച്ചാൽ ആ തീരുമാനം ന്യായവും യുക്തമാണെന്ന് നമുക്ക് തോന്നിയാൽ ഓക്കെ. അതല്ലെങ്കിൽ അതിനപ്പുറം നമുക്ക് പോകാനുള്ള ഒരു സംവിധാനം വേണം. അതാണ് ഇപ്പോൾ ഈ പുതിയ നിയമത്തിൽ വരുന്നത്. അതായത് നമുക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാം, ആ അപ്പീലിൽ ന്യായമായ തീരുമാനം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് വാദിക്കാം. ഹൈക്കോടതിയിൽ പോകണമെങ്കിൽ സ്വാഭാവികമായിട്ട് സുപ്രീം കോടതിയിൽ പോകാൻ കഴിയും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലാണ് ഏറ്റവും പ്രധാനമായി ഒരു മാറ്റം ഉണ്ടാകേണ്ടത്. അതാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അതിനോട് 100% ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ യോജിക്കുന്നു. എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും വ്യക്തമായ സുവ്യക്തമായിട്ടുള്ള നിലപാട് അതാണ്. ആ നിലപാട് ഞങ്ങൾ പാർലമെൻറ്റിൽ ഈ നിയമം ചർച്ചയ്ക്ക് വരുമ്പോൾ വ്യക്തമാക്കിയിരിക്കും. അത് നമ്മൾ പിന്തുണച്ചിരിക്കുക, യാതൊരു സംശയക്കാര്യത്തില്ല. കാരണം അതൊരു നീതിയുടെ പ്രശ്നമാണ്. നമ്മൾ ആർക്കും എതിരായിട്ടില്ല, നമ്മൾ ആർക്കും എതിരല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഇത്ര വൈവിധ്യമാർന്നൊരു രാജ്യം ലോകത്തുണ്ട്. വിവിധ ജാതി മത വിഭാഗങ്ങൾ, വിവിധ വിശ്വാസങ്ങൾ, വിവിധ ആചാരമര്യാദകൾ, ഇതെല്ലാം പാലിച്ച് സന്തോഷമായി കഴിഞ്ഞു പോകുന്ന ഒരു രാജ്യമാണ് നമ്മുടെ. അപ്പം അങ്ങനെയുള്ളൊരു രാജ്യത്ത് ഇങ്ങനെയുള്ളൊരു ഏകപക്ഷീയമായിട്ടുള്ള നിയമം, ഇപ്പോൾ വഖഫിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഈ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിലെ ക്രൈസ്തവരെയോ അല്ലെങ്കിൽ ഹൈന്ദവരെയോ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. എത്രയോ മുസ്ലിം സഹോദരങ്ങൾ വഖഫിനെതിരെ പരാതിയുമായി നിൽക്കുന്നു. അവർക്കും ഇതുപോലുള്ള ക്രൂരമായ എന്താ പറയുക ഒരുതരം ഏകപക്ഷീയമായ നിലപാടുകളെ നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. പരാതി ഏതെങ്കിലും 1-2 സമുദായത്തിൻ്റെ ഭാഗത്ത് മാത്രമല്ല, അടിസ്ഥാനപരമായി മുസ്ലിം സമുദായത്തിന് ഗുരുതരമായ പരാതികളുണ്ട്. ഇന്ത്യയിൽ പറയുമ്പോൾ ഏതാണ്ട് 10 ലക്ഷം ഏക്കറിലേറെ വഖഫ് ഭൂമിയുണ്ട്. കേരളത്തിൽ ഏതാണ്ട് 83,000 ഏക്കർ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, റഫ് കണക്ക് പറയും. അതിലൊക്കെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഏകപക്ഷീയമായിട്ടൊരു നിലപാട് പാടില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഈ നിയമനിർമ്മാണത്തിലെ വ്യവസ്ഥ. അതിനപ്പുറം പിന്നെ ഇപ്പം വഖഫ് ബോർഡിൽ മറ്റ് മതസ്ഥർ വേണം, അതൊന്നും വേണ്ട, അതിനൊന്നും ആവശ്യമില്ല. അതൊന്നും നമ്മൾ പറയുന്നില്ല. വഖഫ് ബോർഡിൽ ആ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തന്നെ ഇരുന്നവരുണ്ട്, നമുക്ക് കേസും വഴക്കൊന്നും അതിനകത്ത് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അല്ലെങ്കിൽ മറ്റ് മതസ്ഥർക്ക് അതിനകത്ത് കയറിയിരിക്കണമെന്ന് നിർബന്ധവുമില്ല. അതൊന്നും അല്ല വിഷയം. ഇവിടെ കാതലായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക നീതിയുടെ പ്രശ്നമാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക്, നമ്മൾ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന് ഇവിടെ എന്താ പറയുക ഇതിൻ്റെ ഈ മണ്ണിൻ്റെ ഭാഗമാകേണ്ട നമുക്ക് എല്ലാവരെയും പോലെ സ്വാഭാവിക നീതി അത് ഉറപ്പാക്കണമെന്നുള്ളതാണ്. ആ നീതി ഉറപ്പാക്കാനുള്ള നടപടി, അതിൽ മായം ചേർക്കാൻ പാടില്ല, വെള്ളം ചേർക്കാൻ പാടില്ല. ഞങ്ങൾ വളരെ ഉറച്ച നിലപാടുകാരാണ് അക്കാര്യത്തിൽ. അതിനകത്ത് ഒരു മാറ്റവും ഉണ്ടാകില്ല. പാർലമെൻറ്റിലോ അല്ലെങ്കിൽ അസംബ്ലിയിലോ ഇതിൻ്റെ തുടക്കകാലത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാതെ എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളത് കൊണ്ട് വിശദമായി നമ്മളിനി ഒരു തീരുമാനം എടുക്കേണ്ടത് ഈ ബില്ലിൻ്റെ ചർച്ചകൾ വരുമ്പോഴാണ്. അപ്പോൾ ചർച്ചകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ആ നിയമനിർമ്മാണം നടക്കുമ്പോൾ ഈ വ്യവസ്ഥ, ഈ രണ്ട് കാര്യങ്ങളിൽ ഉറച്ച നിലപാട് തന്നെ തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് നമുക്കിവിടെ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നതിനാണ് വിശ്വാസം. അതിനും അപ്പുറം ഇവിടെ ഇപ്പോൾ എല്ലാവരും പറയുന്നത് നിങ്ങളെ ആരും ഇറക്കി വിടില്ല, ഇറക്കിയൊന്നും ഇവിടുന്ന് ആരെയും വിടാൻ പറ്റില്ല, അതിപ്പോൾ ആരും പറഞ്ഞില്ലെങ്കിലും ഇവിടുന്ന് ആരും ഇറങ്ങില്ല. പക്ഷെ പ്രശ്നം അതല്ല, നമുക്കിങ്ങനെ ഒരു അവ്യക്തമായിട്ട് ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകും. ഇതിങ്ങനെ കാലത്തും നിങ്ങളിങ്ങനെ സമരം ചെയ്ത് ഇങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകും, അങ്ങനെയല്ലല്ലോ. ഈ വിഷയത്തിൽ ഇറക്കി വിടുകയോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഇറക്കിയൊന്നും വിടാൻ പറ്റില്ല. പക്ഷെ നമ്മളുടെ ഈ ഭൂമി പണം കൊടുത്ത് വാങ്ങിയ, വ്യവസ്ഥാപിതമായി വാങ്ങിയ, രജിസ്റ്റർ ചെയ്ത് നമുക്ക് നിയമപ്രകാരം കിട്ടിയ ഈ ഭൂമി നമ്മുടേതാണ് എന്ന് ഉറപ്പാക്കണം. അതിലിനി ഒരു അവ്യക്തത പാടില്ല. അതാണ് പ്രശ്നം, അടിസ്ഥാന പ്രശ്നം അതാണ്. അപ്പോൾ അതിന് വേണ്ട നടപടി സംസ്ഥാന ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് അഖിലേന്ത്യാ തലത്തിലുള്ള നിയമനിർമ്മാണം നടത്തും. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇക്കാര്യത്തിലൊരു അന്തിമമായ തീർപ്പുണ്ടാക്കിയിട്ടുണ്ട്. അതിന് ബന്ധപ്പെട്ട എല്ലാവരും, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഈ കാര്യത്തിൽ വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ആരെങ്കിലും സ്വീകരിച്ചാലും അതിനെ മറ്റാരും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു നീതിയുടെ പ്രശ്നമാണ്. നമ്മൾ വെറുതെ സൗജന്യം ചോദിക്കുകയല്ലല്ലോ, നമ്മളിത് വെറുതെ ഇവിടെ അതിക്രമിച്ച് കയറിയവരല്ലല്ലോ. വർഷങ്ങളായി, തലമുറകളായി ഇവിടെ താമസിക്കുന്നു, ജീവിക്കുന്നു, ഇവിടെ പ്രവൃത്തിയെടുക്കുന്നു. അതിനുശേഷം വ്യവസ്ഥാപിതമായി പണം കൊടുത്ത് ഇതിൻ്റെ ഉടമസ്ഥാവകാശം ഉള്ളവരിൽ നിന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്ത് വാങ്ങിയ ഭൂമി
പിന്നീട് ഇതൊരു സുപ്രഭാതത്തിൽ ഇത് വേറെ രീതിയിലാണ് അല്ലെങ്കിൽ നമുക്ക് അവകാശമില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? നമ്മളിത് ആരോടും ഏതെങ്കിലും ഒരു മതത്തോടോ വിഭാഗത്തോടോ ഒന്നുമുള്ള വെല്ലുവിളിയോ വഴക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നമുക്ക് അങ്ങനെയൊന്നുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല. നമുക്ക് ഈ ഭൂമിയിൽ ഇവിടെ ജനിച്ച് വളർന്നവർക്ക് ഇവിടെ ജീവിക്കണം, ജീവിതം നല്ല രീതിയിൽ സമാധാനപരമായി മുന്നോട്ട് പോകണം, അതിനുള്ള എല്ലാ അവകാശവും ഉറപ്പാക്കണം. ആ കാര്യത്തിൽ ഉറച്ച നിലപാട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി ഞാനിവിടെ ഒരിക്കൽ വന്ന് ഈ കാര്യങ്ങൾ സംസാരിച്ചതാണ്. പക്ഷേ ഇന്ന് 100 ദിവസം പിന്നിടുന്നു. 100 ദിവസം നടന്ന ഈ സഹന സമരം ഈ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. കാരണം നിങ്ങൾ എത്രയോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് 100 ദിവസങ്ങളായി ഇവിടെ ഈ സമരം. ഇനിയും സമരം മുന്നോട്ട് പോവുകയാണ്, തീർക്കല്ലോ. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നവരെ നിങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോവുക. സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ ഒരു കമ്മീഷൻ വെച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ്റെ മുൻപാകെ കമ്മീഷൻ നടത്തുന്ന ഹിയറിങ്ങിലൂടെ അത് കമ്മീഷന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇനി കമ്മീഷൻ റിപ്പോർട്ട് വരാനുള്ളത്. കമ്മീഷനെ നിങ്ങൾ സമീപിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം എല്ലാവരെയും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു തീരുമാനം എന്താണെന്നുള്ളത് വരട്ടെ. ദേശീയ തലത്തിൽ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരാനുണ്ട്. ആ റിപ്പോർട്ട് വരട്ടെ. എന്താണെങ്കിലും ഈ പുതിയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം അതെന്തെങ്കിലും പാർലമെൻറ്റിൽ അവതരിപ്പിച്ചേ പറ്റും. ഒരുപക്ഷെ ഈ സെഷൻ അല്ലെങ്കിൽ ഈ സെഷൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ളതുകൊണ്ട് മറ്റ് നിയമനിർമ്മാണങ്ങൾ ഒരുപക്ഷെ അധികം വന്നു എന്ന് വരില്ല. അടുത്ത സമ്മേളന കാലത്തേക്ക് ഇത് പോകാം. അങ്ങനെ പോകുമ്പോഴത്തേക്കും ആ സമ്മേളന കാലത്തെ നിയമം വരുമ്പോൾ കൃത്യമായി ഈ പറയുന്ന നിലപാടുകൾ കൃത്യമായി പാർലമെൻറ്റിൽ പറയുകയും അതിനനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തും എന്ന് നിങ്ങളെ വിനയപൂർവ്വം അറിയിക്കുന്നു. 101ാം ദിനത്തിലേക്ക് കടന്നിട്ടുള്ള ഈ സഹന സമരത്തിന് എല്ലാ പിന്തുണയും എല്ലാ വിജയവും ഞാൻ ആശംസിക്കുന്നു. നിങ്ങളോടൊപ്പമുണ്ട് എന്ന് വെറുതെ എന്താ പറയുക, ഒരു ചടങ്ങ് പോലെ ഭംഗിവാക്ക് പറയുന്നതല്ല. നിങ്ങളോടൊപ്പം തന്നെയാണ്, യാതൊരു സംശയക്കാര്യത്തിലും. കാരണം വേറെ ഒന്നും കൊണ്ടുമല്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ 101% സത്യവും നീതിയും ആണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറയുന്നത്. ഈ പ്രദേശത്തെ ജനങ്ങൾ ഇപ്പോൾ കുറേ കാലമായി അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അത് മാറിയേ പറ്റൂ. അതിൽ നമ്മൾ എന്താ പറയുക, നമ്മളെ ഇവിടുന്ന് ഇറക്കി പുറത്താക്കില്ല, എന്നാൽ ഇതിങ്ങനെ അവ്യക്തമായി ഇങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു നിലപാട് പാടില്ല. കൃത്യമായിട്ട് ഈ കാര്യത്തിൽ അന്തിമമായ ശാശ്വതമായിട്ടുള്ള ഒരു തീരുമാനവും നിലപാടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം, ബന്ധപ്പെട്ട എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അങ്ങനെ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകണം. അങ്ങനെ പരിഹാരം ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് വിനയപൂർവ്വം നിങ്ങളെ അറിയിച്ചുകൊണ്ട് എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം എത്രയും വേഗം ഉണ്ടാകട്ടെ, അതിന് വേണ്ട ദൈവാനുഗ്രഹം ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വലിയ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.